ഹലോ കൂട്ടുകാരെ, ക്രിസ്മസ് ഒക്കെ അടുത്ത് വരാണല്ലോ. എല്ലാവരും തിരക്കിലായിരിക്കുമെന്ന് അറിയാം. ഇവിടെ നമ്മുടെ ചിപ്പൂസ് തിരക്കിലാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ തന്നെ ചെയ്യാമെന്ന് കരുതിയത്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി വീഡിയോ ആയാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നല്ല, നമ്മുടെ ക്രിസ്മസ് കേക്ക്. വെറും കേക്കല്ല, ക്രിസ്മസ് സ്പെഷ്യൽ ഹണി കേക്കാണ് ഇന്നത്തെ താരം. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാം എന്ന വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 2-3 സ്റ്റെപ്പായിട്ട് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ പ്രോസസ്സ്, അതായത് കേക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അതിനായി നമുക്ക് എടുക്കേണ്ടത് 2 മുട്ടയാണ്. ഒരു പാത്രത്തിലോട്ട് നിങ്ങൾ 2 മുട്ട ഇട്ടിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം ഏകദേശം ഈ പരുവത്തിലായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പം ആ ഒരു സ്റ്റെപ്പല്ല, ഈ പ്രോസസ്സിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുക ചെയ്തതിന് ശേഷം. എന്നിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് സ്റ്റൗവിലോട്ട് വെക്കുക. അതിലോട്ട് അത് ചൂടായി വരുന്നതോട് കൂടി ഒരു 50 ഗ്രാം ബട്ടർ അതിലോട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ മെൽറ്റ് ആവാനായിട്ട് ഇങ്ങനെ പതുക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പം മെൽറ്റായി വരുന്നതോട് കൂടി തേൻ ഒഴിച്ചു കൊടുക്കണം. അതായത് ഹണി 100 ഗ്രാംസ് ആണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് അത് ലയിച്ച് വരുന്നതോട് കൂടി, അതായത് അലിഞ്ഞ് വരുന്നതോട് കൂടി 6 ടീസ്പൂൺ പഞ്ചസാര, 6 ടീസ്പൂൺ ഷുഗറും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ അതും ഇതുപോലെ നമ്മൾ അലിയിച്ച് എടുക്കണം. അപ്പോൾ അത് അലിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു തിക്ക് ഫോമിൽ ആവുന്നതോട് കൂടി നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ അതിലോട്ട് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്ത് ഇളക്കുന്നതോട് കൂടി തന്നെ കളറുകൾ ഇങ്ങനെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഏകദേശം ഗോൾഡൻ കളറാകുമ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഈ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഓഫ് ചെയ്താലും നിങ്ങൾ ഇളക്കണം. ഇളക്കിയിട്ടൊരു റെഡ് അല്ലെങ്കിൽ ഗോൾഡ് കളറിൽ നിന്ന് കുറച്ചുകൂടി ഡാർക്കായി വരുമ്പോൾ നിങ്ങൾ അതിലിട്ട് നേരത്തെ നമ്മൾ ആദ്യം അടിച്ചു വെച്ച മുട്ടയും വാനില എസൻസും അതിൻ്റെ ലായനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം അതെല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മുടെ മൈദ 2 കപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പതുക്കെ കുറച്ച് ഇട്ട് കൊടുക്കണം. എന്നാലാണ് നമുക്കത് ഇന്ന് യോജിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ഇട്ടിട്ട് അത് നന്നായി ഇളക്കി ഒരു തിക്കായി നിങ്ങൾക്ക് വരും. തിക്കായി വരുമ്പോൾ അത് പുറത്തോട്ട് എടുത്തിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ അല്പം മാവും കൂടി ഇട്ടിട്ട് നിങ്ങളത് കുഴച്ച് അത് ഇതുപോലെ പരത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പോകുന്ന പരത്തിലല്ല, ചെറുതായിട്ടൊന്ന് പരത്തി ഒരു കവറിൽ പൊതിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഈ ഫ്രിഡ്ജിലോട്ട് വെക്കുമ്പോൾ ഒരു 2-3 മണിക്കൂർ വെക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ നമുക്കൊരു 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചാൽ മതിയായിരിക്കും. പക്ഷേ നമ്മൾ കൂടുതൽ മണിക്കൂർ വെച്ചുകൊണ്ട് അതിൽ ദോഷമൊന്നുമില്ല. എന്നിട്ട് നമ്മളൊരു ഇട്ടത് ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മളത് തുറന്ന് അത് നമ്മൾ കട്ട് ചെയ്ത് പീസുകളാക്കി. കാരണം നമുക്ക് ഇതിൽ വേണ്ടത് 7 ലെയർ കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 7 ലെയർ ഉണ്ടാക്കാൻ 7 ഉണ്ടകൾ നമ്മൾ മാറ്റി വെക്കണം. ഇപ്പം നമ്മൾ കൂടുതൽ എണ്ണ നിങ്ങൾക്ക് കാണാം, പക്ഷെ നമ്മളത് ആവശ്യത്തിന് അത് ഉപയോഗിച്ച് ബാക്കിയുള്ളത് നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പരത്തിന് ശേഷം നമ്മൾ ബട്ടർ പേപ്പറിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. കാരണം അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബട്ടർ പേപ്പറിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് പരത്തിയെടുത്ത് നമ്മളത് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇങ്ങനെ ഒരു ടൂത്ത് പിക്കോ ഫോർക്ക് ഉപയോഗിച്ച് നമ്മളിങ്ങനെ കുത്തുകൾ ഇടണം. കാരണം നമുക്കത് വെന്ത് കിട്ടാനുള്ള ഒരു ഇതിനാണ് നമുക്കിതുപോലെ കുത്തി കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഒരു സ്റ്റൗവ് കത്തിച്ച് അതിലോട്ട് ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെക്കുക. ഏകദേശം 10 മിനിറ്റ് ആകുമ്പോൾ ചട്ടി ചൂടായി കഴിയും. അപ്പോൾ അതിലോട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് ഈ റൗണ്ട് ഷേപ്പിലുള്ള ആ ലെയർ ഓരോന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3-4 മിനിറ്റോ
കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ ആകുമ്പോൾ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ഹാർഡാവാനോ അല്ലെങ്കിൽ എന്താ പറയുക, ബിസ്ക്കറ്റ് രൂപത്തിലാവും കൂടുതൽ ടൈം ഇതിലിട്ട്. അപ്പോൾ അതാവാണ്ട് നമ്മൾ എടുക്കണം. മാക്സിമം 5 മിനിറ്റിനുള്ളിൽ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കണം എല്ലാ ലെയറും. പിന്നെ ഇത് ബാക്കി വന്ന പീസുകൾ നമ്മൾ ഇപ്പം ഇത് ഒരു 4 മിനിറ്റ് 5 മിനിറ്റാണ് വേവിച്ചെന്നുണ്ടെങ്കിൽ അത് ഒരു 8 മിനിറ്റോ 10 മിനിറ്റോ വേവിച്ച് വയ്ക്കുക. കാരണം അത് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ്. അത് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞു തരും. അത് ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗപ്പെടും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. കുറച്ചും കൂടി വേവ് കൂട്ടിയിട്ട് മാറ്റി വയ്ക്കുക. വളരെ ഹാർഡാവരുത്. ഏകദേശം മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ പാകത്തിന് വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ കുട്ടന്മാരൊക്കെ വന്നു. അവർക്ക് സ്മെല്ലൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എല്ലാവർക്കും അതിൻ്റേതായ ഭാഗങ്ങൾ ഒക്കെ എടുത്ത് നമ്മൾ അവർക്കും കൊടുത്ത് അവർ ഹാപ്പിയാക്കി. നമ്മൾ മാത്രം ആഘോഷിച്ച പോരല്ലോ. അങ്ങനെ മധുരമൊക്കെ കഴിച്ച് അവരും ആഘോഷങ്ങളുടെ കൂടെ പങ്കുചേരാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, അതായത് നമുക്ക് ക്രീം ചീസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഇപ്പം നമ്മൾ പാല് ഈ നാരങ്ങ പിഴിഞ്ഞിട്ട് നമ്മൾ 500 ml പാല് പിരിച്ച് അതിൽ നിന്ന് കിട്ടിയ ചീസാണ് ആദ്യം ഇട്ടത്. അതിനുശേഷം നമുക്കതിൽ 1 ടീസ്പൂൺ വാനില എസൻസും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ല പോലെ അടിച്ചെടുക്കണം. ഈ നമ്മൾ നേരത്തെ ആദ്യം ഇട്ട ചീസ്, ആ ചീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഞങ്ങൾ അടുത്തത് ഇടുന്നുണ്ട്. പാലിൽ ചെറുനാരങ്ങ ഒന്ന് ഇട്ടിട്ട് അത് പിരിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. ചെറിയ പ്രോസസ്സാണ്. അത് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഈ വീഡിയോ ലെങ്ത് ആവാണ്ടിരിക്കാനാണ് അത് കാണിക്കാത്തത്. ഇനി നമുക്കിതിൻ്റെ ഒരു ടോപ്പിങ്സ്, അതായത് നമ്മൾ ഫ്രഷ് ക്രീം കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ടോപ്പിങ്സ്, അതായത് മേലെ ഇടാനുള്ള ക്രീം പ്രിപ്പയർ ചെയ്യുമല്ലോ, ആ പ്രിപ്പറേഷനാണ് ഇനി കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒരു 1.5 കപ്പ് നമ്മൾ ഇതിലേക്ക് എടുക്കണം. എന്നിട്ട് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇതെടുക്കണം. അതിലോട്ട് നമ്മൾ ഈ നേരത്തെ ചെയ്ത ക്രീം ചീസ് അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. കാരണം ഇത് നന്നായിട്ട് ഈ ഒരു തിക്ക് ഫോമിൽ, അതായത് ക്രീമി രൂപത്തിൽ നമുക്കായി കിട്ടുന്ന വരെ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. 3/4 കപ്പോളം വെള്ളം, 3 ടീസ്പൂൺ പഞ്ചസാര, 4 ടീസ്പൂൺ തേൻ, അതായത് ഹണി, പിന്നെ ഒരു പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് അതും ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ തിളപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, തിളപ്പിക്കുന്ന ടൈമിൽ നിങ്ങൾ തേൻ ഒഴിക്കാൻ പാടില്ല. അതൊന്ന് അടുപ്പത്തു നിന്ന് മാറ്റി ഒന്ന് ചൂടാറിയ ശേഷം നിങ്ങൾ തേൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ എല്ലാ ഇതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കേക്ക് രൂപത്തിൽ ആക്കുക. അതിനുവേണ്ടി നമുക്ക് 7 ലെയർ ഒരുക്കണം. ഈ 7 ലെയർ എന്ന് പറയുന്നത് ഈ നമ്മൾ കേക്കിൻ്റെ ഈ പീസുമ്പോൾ നമ്മൾ നേരത്തെ ആക്കിയ പഞ്ചസാര ലൈൻ, ഷുഗർ സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിന് മേലെ നമ്മൾ നമ്മുടെ ടോപ്പിങ്സ്, അതായത് വിപ്പിംഗ് ക്രീം നമ്മൾ നേരത്തെ അടിച്ചെടുത്തുല്ലോ, ആ ക്രീം നമ്മൾ ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്ത് നമ്മളിതിങ്ങനെ ഓരോ ലെയർ അതിന് മേലെ വിപ്പിംഗ് ക്രീം, പിന്നെ കേക്ക്, പിന്നെ ഷുഗർ സിറപ്പ് അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഓരോ ലെയർ ചെയ്യുന്നതെന്ന്. ഇതുപോലെ 7 ലെയർ ചെയ്യണം. ഈ കേക്ക് ശരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കേണ്ട ഒന്നാണ്. കാരണം നമ്മൾ പ്ലം കേക്ക് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം അങ്ങനെ പലതരം ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെ പല വെറൈറ്റീസും ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ് നിങ്ങൾക്ക് തരുന്നത്. അതും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ കേക്കിൻ്റെ ലെയർ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വരുന്ന നമുക്ക് കുറച്ച് പീസുകളുണ്ടാവും. അത് കുറച്ച് വേവ് കൂട്ടിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് ആ പൊടി നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ശരിക്കും ആ ഒരു ഹണി ചിക്കൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു രൂപത്തിലേക്ക് ഇത് മാറുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ ക്രിസ്മസിന്റെ ദിവസം അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. ബൈ.